കുഞ്ഞുങ്ങളോട് വിരോധിക്കാൻ വേണ്ടി പ്രത്യേകമായി പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ആലോചിച്ചു നോക്ക്. നന്മ കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, തിന്മ വിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആ ഒരു കാലഘട്ടം നമ്മളിലെത്തി. രണ്ടാമത്തെ ഒരു കാലഘട്ടത്തിലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏതാണത്? തിന്മയെ നന്മയായി കാണുന്നു, നന്മയെ തിന്മയായി കാണുന്നു. ഇന്നത്തെ ജനറേഷൻ ആ ഒരു അവസ്ഥയിലാണ്. തിന്മകളൊക്കെ നന്മയാണ്. ഇപ്പൊ ആർക്കാ ഇപ്പൊ സിനിമ കാണുന്ന വലിയ സംഭവമല്ല, ഒരു വിഷയമില്ല. ഇപ്പൊ 11 ദിവസം കൊണ്ട് 1500 കോടി കഴിഞ്ഞിരിക്കുകയാണ് ഓരോ സിനിമ. കോടിക്കൊന്നും ഇപ്പൊ ഒരു വിഷയമില്ല, അങ്ങ് ഇറങ്ങാണ്. 11-12 ദിവസങ്ങൾ കൊണ്ട്, ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തന്നെ 1500 കോടി ഏറ്റവും വലിയ ബഡ്ജറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്തതാകുന്ന കോടികളാണ് ഓരോ സിനിമകളിലും കേൾക്കുന്നത്. ആലോചിച്ചു നോക്ക്. 50 കോടി തികയാത്ത സിനിമയില്ല. ഏത് പടം ഇറങ്ങിയാലും അപ്പോഴേ 50 കോടി എന്ന് പറയാം. അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് മാഫിയ ഉണ്ടെന്ന് സിനിമക്കാര് തന്നെ ഈ അടുത്തിടെയുള്ള പത്രസമ്മേളനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 50 കോടിയൊന്നും ഇല്ലെങ്കിലും 50 കോടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് അടിച്ചങ്ങളക്കും. അപ്പൊ കുറെ പേര് കാണാത്തവർ എന്നാ പോയേക്കാം, നമ്മൾ പോയില്ലായിരുന്നു വരെ. അതൊന്ന് 50 കോടി വരാണെങ്കിൽ ഒരുപാട് പേര് പോയി കണ്ടില്ലേ, എന്നാ പിന്നെ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് കാണാത്തവനും കൂടി പോകും. അങ്ങനെ ഒരു ഹിക്മത്ത് കൂടി അതിനകത്തുണ്ട്. തരികിട പരിപാടി എന്തും ആയിക്കോട്ടെ. 1500 കോടി രൂപ നിലവിൽ വരുന്നു എന്ന് പറയാൻ ആലോചിച്ച് നോക്കും. ഒരു സിനിമ 2 ആഴ്ച റിലീസിംഗ് കൂടെ ചെയ്തതേ ഉള്ളൂ, തിയേറ്ററിലൂടെയാണ്. ഇതാരാ ഇതൊക്കെ കണ്ടു തീർക്കുന്നത്? ഈ കണ്ടു തീർക്കുന്നതാകുന്ന ആളുകളിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായമില്ലേ? റമദാനിൽ മുഴുവനും നോമ്പ് എടുത്ത് അതിന്റെ ആത്മീയതയിൽ ഏറ്റവും കൂടുതൽ ഉത്തുംഗതയിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ സമ്മാനിച്ച് പാപമോചനം നേടിയെടുത്ത മനുഷ്യൻ പെരുന്നാളിന്റെ സുദിനത്തിൽ ഫാമിലി ഒരുമിച്ച് പോയിരുന്നിട്ട് നല്ല പടം കാണാൻ അവല് സഫീൽ, ഒന്നാമത്തെ സഫീലുണ്ട്. കരിക്കാനും ഒന്നാമത്തെ സഫീൽ, തിയേറ്ററിൽ നമുക്ക് ഒന്നാമത്തെ സഫീൽ. ഹാജിയാർക്ക് അള്ളാഹു മുളക്കാത്ത് സംരക്ഷിക്കുമാറാവും. അതിന് പൈസ മുടക്കാൻ റെഡിയാണ്. ഹാജിയാരോട് പെരുന്നാളിലെന്ന് ബക്കറ്റ് ഫ്രണ്ടിൽ കൂടെ പോയി ഹാജിയാർ 10ന്റെ നോട്ട് എടുത്തിട്ട് തിരിഞ്ഞ് അതിനകത്തിട്ട് തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും പോപ്കോൺ വാങ്ങാൻ, പോപ്കോൺ അഹത്ത് ഹാജിയാറെ കാശ് ഇഷ്ടം പോലെ. അല്ലാഹു മുളക്കാത്ത് സംരക്ഷിക്കട്ടെ. ഹാജിയാർക്ക് അതൊന്നും വിഷയമില്ല. ഐസ്ക്രീം വാങ്ങുന്നു, കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുന്നു, എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകും, മാളിൽ കൊണ്ടുപോകുന്നു, പാർക്കിൽ കൊണ്ടുപോകുന്നു, എവിടെ എന്ത് പരിപാടിക്കും ഉണ്ട്. എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും മുടക്കും. ദീനിന്റെ ഒരു വിഷയത്തിൽ വരുമ്പോ വലിയ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.